കർത്താവിൻ്റെ പൈതലെ, നീ ഒരു വീടിൻ്റെ മാത്രം അനുഗ്രഹമായിരിക്കില്ല, പകരം ഒരു ദേശത്തിൻ്റെ മുഴുവൻ അനുഗ്രഹമായിരിക്കും. നിങ്ങളെ കേവലം ഇവിടെ ഒരു ജീവിയായിട്ട് എങ്ങനെയും ജീവിച്ചു പോട്ടെ എന്ന നിലയിലേക്ക് ദൈവം അയച്ചതല്ല. ദേശങ്ങളെ ഉയർത്താനുള്ള ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ വിളി നിൻ്റെ മേലുണ്ട്. നീ അത് തിരിച്ചറിയുന്നുണ്ടോ? കർത്താവ് നിന്നെ ആ തരത്തിലേക്ക് മാനിപ്പാൻ പോകുന്ന സമയമാണ് ഇനി വരാനിരിക്കുന്നത്. രാഷ്ട്രീയപരമായി സൗത്ത് ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ നടക്കുന്നൊരു സമയമാണിത്. പ്രഡിക്ഷൻസിനെല്ലാം അപ്പുറത്തേക്ക് കാര്യങ്ങൾ തിരിയുകയാണിവിടെ. ഞാനൊന്ന് നിങ്ങളോട് പറയാം, നിങ്ങളുടെ ദേശത്തിന് നിങ്ങളൊരു അനുഗ്രഹമായി മാറും. നീ കർത്താവിൻ്റെ കരത്തിൽ ആഗ്രഹത്തോടുകൂടി ഏൽപ്പിച്ചു കൊടുത്താൽ, ഒരുപക്ഷെ അപമാനം കൊണ്ട് തല താഴ്ത്തിയിരിക്കുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ. ഒരിക്കലും ഇനി മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള നിന്ദകൾ പോലും നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാകാം. പക്ഷേ എല്ലാ ബ്ലാക്ക് മാർക്കുകളെയും മാറ്റിക്കൊണ്ട് ഒരു സീസൺ നിങ്ങളുടെ മുമ്പിൽ ചേഞ്ച് ആകാൻ പോകുന്നു. എങ്ങനെയാണ് കർത്താവ് നമ്മളെ അനുവദിച്ചു തരുന്ന ദേശത്ത് നമുക്കൊരു അനുഗ്രഹമായി മാറാൻ കഴിയുന്നത്? അതേക്കുറിച്ചാണ് ഇന്നത്തെ പ്രവചനദൂതിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും കർത്താവിൻ്റെ പൊന്നുമകൾക്കും ഇന്നത്തെ പ്രവചനദൂതിലേക്ക് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. ഒരു സമൂഹം പണിയപ്പെടുന്നത് വ്യക്തികൾ, കുടുംബം എന്നിങ്ങനെയുള്ളതായ ക്രമം കൊണ്ടാണ്. അപ്പോൾ ഒരു ദേശത്തിന് അനുഗ്രഹമാകണമെങ്കിൽ ആ അനുഗ്രഹം ആരംഭിക്കേണ്ടത് നമ്മളിലാണ്, നമ്മുടെ കുടുംബത്തിലാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് തരാം. നിങ്ങളുടെ വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടായിരിക്കണം. നല്ല ഭക്ഷണമെന്ന് പറഞ്ഞാൽ എല്ലാത്തരം വിഭവങ്ങളുമായിട്ട് നിരന്നിരിക്കുന്നൊരു മേശ നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നുള്ളതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങളുടെ വീട്ടിൽ നാവിന് രുചിയോടെ കഴിക്കാനുള്ളത് ദൈവത്തോട് ചോദിച്ച് മേടിക്കണം. നിങ്ങളുടെ തലമുറ ഒരിക്കലും നിങ്ങളുടെ ഭക്ഷണമേശയുടെ മുമ്പിലിരുന്ന് നിങ്ങളെ പഴിക്കാത്ത നിലയിൽ അവർക്ക് നന്നായിട്ട് കൊടുക്കാൻ പാകത്തുള്ളത് കർത്താവെ തരണമേ. അതിനുള്ള ജോലിയാണെങ്കിൽ ജോലി, മറ്റ് സാധാരണ മാർഗ്ഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടെത്തിക്കോണം. മാന്യമായ ഒരു നല്ല വഴിയിലൂടെ നിങ്ങളുടെ ഭവനത്തിൻ്റെ ഭക്ഷണമേശയെ നിങ്ങൾക്ക് സമ്പുഷ്ടമാക്കി തീർക്കാം. അത് വൃത്തിയോടും വെടിപ്പോടും ചൂടോടും പ്രാർത്ഥനയോടും നന്ദിയോടും കൂടി അനുഭവിക്കുമ്പോൾ അനുഗ്രഹം അവിടെ നിന്ന് തുടങ്ങും. നല്ല ഭക്ഷണമേശ ഉണ്ടാക്കിയെടുക്കണം, നല്ല ഭക്ഷണം ഉണ്ടാകണം. രണ്ടാമതായി, നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും സ്നേഹം ഉണ്ടാകണം. സ്നേഹവും സമാധാനവും വീട്ടിൽ ഉണ്ടാക്കേണ്ട കാര്യങ്ങളാണ്, ഉണ്ടായി വരുന്നതല്ല, ഉണ്ടാക്കേണ്ടതാണ്. സ്നേഹം ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്നാൽ ഉണ്ടാകുകയില്ല, സന്തോഷം ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്നാൽ ഉണ്ടാകുകയില്ല. പ്രകടിപ്പിച്ചാലേ ഇത് ഉണ്ടാവുകയുള്ളൂ. യേശു പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ സമാധാനം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് ഒരു വീട്ടിൽ അനുഗ്രഹമായൊരു ദേശത്ത് മാറണമെങ്കിൽ ആ ഭവനത്തിലൊരു പ്രാർത്ഥനാന്തരീക്ഷം ഉണ്ടായിരിക്കണം. ഞങ്ങളൊക്കെ താമസിക്കുന്നിടത്ത് എന്തെങ്കിലും ഒരു ആവശ്യമോ പ്രയാസമോ ഒരു അസ്വാരസ്യമോ ഉണ്ടാകുന്ന നേരത്ത് അയൽക്കാരൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലേക്ക് വരും. വന്നിട്ട് നമ്മളോട് പറയും, ഒന്ന് പ്രാർത്ഥിക്കാവോ, ഇന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഭവനം ഒരു അനുഗ്രഹമാണെന്ന് അവർക്കറിയാവുന്നത് കൊണ്ടാണ് അവർ വരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു പാസ്റ്റർ ആയതുകൊണ്ടല്ലേ? അല്ല, അതിന് മുമ്പേ തുടങ്ങിയ പരിപാടിയാണിത്. ഞങ്ങളുടെ നാട്ടിൽ ഇടിയും മഴയും ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളുടെ ദേശത്തുള്ള പല വ്യക്തികളും ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കാറുണ്ട്. അന്നേരം നിങ്ങൾ വിചാരിക്കും പാസ്റ്ററുടെ വീട് വലിയ വാർക്ക വീടായതുകൊണ്ടായിരിക്കും. അതൊക്കെ ഇന്നലെ ഉണ്ടായേ. കാറ്റത്ത് ഇളകുന്ന ആസ്പെറ്റോസ് ഇട്ടുള്ള കുഞ്ഞു വീടിൻ്റെ കാര്യമായി പറഞ്ഞത്. അതിൻ്റെ കാരണം ആ വീടിൻ്റെ മേൽ തങ്ങളുടെ വീട്ടിലില്ലാത്തതുപോലെയുള്ള ഒരു ദൈവിക സംരക്ഷണം ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയാവുന്നത് കൊണ്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അവിടെ വന്നിരിക്കുമ്പോൾ ഇടി മുഴങ്ങുമ്പോൾ, കാറ്റടിക്കുമ്പോൾ കർത്താവേ സ്തോത്രം 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 എന്ന് പറഞ്ഞ് സ്തുതിക്കുന്ന ഒരു അമ്മ എൻ്റെ വീട്ടിലുണ്ട്. ആ പ്രാർത്ഥന, ആ സ്തുതി ഒരു ദേശത്തെ പല കുടുംബങ്ങൾക്കും ഒരു ധൈര്യം പകരുന്നത് ഈ കണ്ണുകൊണ്ട് കണ്ടു വളർന്ന ഒരു മകനാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ദേശത്തിന് അനുഗ്രഹമാകുമ്പോൾ നമ്മുടെ തണലിൽ നിൽക്കാൻ നമ്മുടെ സമീപത്തുള്ളതായ പ്രിയപ്പെട്ടവർ വരും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു പ്രാർത്ഥന അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം. ഒരു ദേശത്തിന് അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നൊരു വീട് വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല
നമ്മുടെ ഭവനത്തിൽ നമുക്കെന്നും ഒരു സന്തോഷവേളകളുടെ സൃഷ്ടിപ്പുണ്ടായിരിക്കണം. കുറ്റം പറയാനും പരദൂഷണം പറയാനുമല്ല, തമ്മിലടിക്കാനും ബഹളം വെക്കാനുമല്ല. നമ്മുടെ വീട്ടിൽ നമുക്കെല്ലാവർക്കും പരസ്പരം സന്തോഷിക്കാൻ, മിണ്ടാനും പറയാനും, കുഞ്ഞുങ്ങളുടെ കൂടെ ആഹ്ലാദിക്കാനും എല്ലാമുള്ള നല്ല വേളകൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കണം. ആരോഗ്യകരമായ ദാമ്പത്യ ജീവിതം ദമ്പതിമാരുടെ ഇടയിൽ ഉണ്ടാകണം. സന്തോഷകരമായൊരു സെക്ഷൽ ലൈഫ് നിങ്ങൾക്കുണ്ടാകണം. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ മറന്നു പോകരുത്. എന്നാൽ ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതോടെ വേഗം ഒന്ന് പറയാം. കലഹം ഉണ്ടാക്കരുത്. വെറുതെ പണം കളയുന്ന കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടരുത്. വൃത്തിയില്ലായ്മ ഒരു കാരണവശാലും ഉണ്ടാകരുത്. ഇതൊക്കെ ഉണ്ടായി വരുന്നു എന്ന് തോന്നുമ്പോൾ അതിനെയൊക്കെ നിർമ്മാർജ്ജനം ചെയ്തു കൊള്ളണം. കർത്താവിൻ്റെ മക്കളെ, നമ്മളെ സമൂഹം വിലയിരുത്തുന്നത് നമ്മൾ പാർക്കുന്ന വീട്, അതിൻ്റെ ഒരു ഇരിപ്പ് വശം, അതിൻ്റെ പരിസരങ്ങൾ, ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ക്രമീകരണം വിലയിരുത്തി തന്നെയാണ്. അപ്പോൾ ആശ്വാസവും സമാധാനവും സന്തുഷ്ടിയും പകരപ്പെടുന്ന ഒരു ഏറ്റവും നല്ല വിശ്രാമവേളയും നമ്മുടെ രണ്ടാം ശരീരവുമായി നമ്മുടെ വീട് മാറട്ടെ. ഐശ്വര്യമുള്ളൊരു ഭവനം രൂപപ്പെടുത്താനുള്ളതായ കൃപ ദൈവത്തിൽ നിന്നും പ്രാപിക്കണം. ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കേണ്ടതിന് നീ എനിക്കൊരു കൂടാരം ഉണ്ടാക്കാൻ ദൈവം മോശയോട് പറഞ്ഞു. അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് വളരെ വ്യക്തതയോടുകൂടെ തന്നെ തമ്പുരാൻ പറഞ്ഞു കൊടുത്തു. ഇതര ദോഷം ചെയ്യുന്ന ജീവജാലങ്ങളൊന്നും പ്രവേശിക്കാതെയും മനുഷ്യവാസമുള്ളൊരിടം പോലെ വൃത്തിയും പരിപാവനതയുമുള്ള ഒരു നല്ല ഇടമായിട്ടും നമ്മുടെ ഗ്രഹങ്ങളെ നാം പരിപോഷിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അതിനകത്ത് സമാധാനം കയറും, അതിനകത്ത് ഐശ്വര്യം കയറും, അതിനകത്ത് സമ്പത്ത് കയറും. ഒരു വീടിനെ ദൈവം ഉയർത്തുന്നതിൻ്റെ ആദ്യ പടി ആ വീട്ടിലേക്ക് കാശ് അയക്കുകയല്ല, ദൈവം ആ ഭവനത്തിലേക്ക് ഐശ്വര്യത്തെയാണ് അയക്കുന്നത്. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകുമെന്നാണ് ബൈബിൾ പറയുന്നത്. ആദ്യം ഉണ്ടാകുന്നത് ഐശ്വര്യമാണ്, രണ്ടാമതേ സമ്പത്തുണ്ടാകുകയുള്ളൂ. ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ ഐശ്വര്യം കെടുത്തുന്ന കാര്യങ്ങൾ ആ വീട്ടിൽ നിന്ന് എടുത്ത് കളയണം. അപ്പോൾ നിങ്ങളുടെ ഭവനങ്ങളെ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, നാം ഒരു ദേശത്ത് അനുഗ്രഹമായി തീരുവാൻ ദൈവത്താൽ നിയമിക്കപ്പെടുമ്പോൾ നമ്മളെ ജോലി സ്ഥലത്ത് നാം ചതിവില്ലാത്ത സേവനം നൽകുന്നവരായി മാറും. ചതിയന്മാർ ഒരു ദേശത്തും വാഴുകയില്ല, വഞ്ചകന്മാർക്ക് ഒരിടത്തും നിലനിൽപ്പുണ്ടാകുകയില്ല. അവരേണ്ടെല്ലാം കാട്ടിക്കൂട്ടി ഇപ്പോൾ വലിയ സംഗതി കാണിക്കുന്നതൊന്നും ഒരിക്കലും അത് രക്ഷപ്പെടുകയില്ല. അതെന്നാ വലിയ മിടുമിടുക്കനാണെങ്കിലും ഒരു പക്ഷേ എൻ്റെ പര്യവസാനം ഒരു സൂയിസൈഡിലായിരിക്കും. നിങ്ങൾ ചിന്തിച്ചാൽ മതി. വലിയ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ കാണിക്കുന്ന പല മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ പര്യവസാനങ്ങൾ വളരെ നോട്ട് ചെയ്തോണം. എന്നാൽ സന്തോഷത്തോടുകൂടെ ദൈവസന്നിധി ചേർക്കപ്പെടുന്ന വ്യക്തികളെ ഒന്ന് പഠിച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം നിന്നെ മാനിക്കുന്ന, ദേശത്ത് നിന്നെ അനുഗ്രഹമാക്കി മാറ്റുന്നതിൻ്റെ രണ്ടാം ഭാഗം, ദൈവം നിന്നെ ആക്കുന്ന സ്ഥാനത്ത്, നീ ജോലിക്കായി ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സ്ഥാനത്ത് നീ ചതിവില്ലാത്ത വിശ്വസ്തനായൊരു വ്യക്തിയായി മാറും എന്നതാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ സമീപത്തേക്ക് വരുന്ന ഒരാൾക്ക് നിങ്ങൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. മുല്ലപ്പൂവിനൊരു പ്രത്യേകതയുണ്ട്. മുല്ലപ്പൂ എവിടെ വരേണ്ട വെച്ചാലും മുല്ലപ്പൂവിൻ്റെ ആ നല്ല സ്മെല്ല് നമുക്ക് കിട്ടും. ആ മുല്ലപ്പൂവിൻ്റെ പ്രത്യേകതയാണ്. പഞ്ചസാരയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അത് പച്ചവെള്ളത്തിലിട്ടാലും കഞ്ഞിവെള്ളത്തിലിട്ടാലും ചായക്കകത്തിട്ടാലും പായസത്തിലിട്ടാലും അതതിൻ്റെ മധുരം കൊടുക്കും. രാത്രിയിലും പകലും, ചൂടുവെള്ളത്തിലും തണുത്ത വെള്ളത്തിലും കാര്യങ്ങൾക്ക് മാറ്റമില്ലാതെ തൻ്റേതായ ആ ഒരു ഗുണത്തെ പ്രകടിപ്പിക്കാൻ ഈ പദാർത്ഥങ്ങൾക്ക്, ഈ പൂക്കൾക്കൊക്കെ കഴിയുന്ന പോലെ ദേശത്ത് അനുഗ്രഹമായി മാറാൻ വിളിക്കപ്പെട്ടൊരു ദൈവ പൈതൽ നല്ല പോസിറ്റീവ് വൈബുള്ള ഒരാളായിരിക്കണം. നിൻ്റെ വായിൽ നിന്ന് നെഗറ്റീവ് ഒന്നും വരല്ലേ. ആരെയും മുറിപ്പെടുത്തുന്ന, ദോഷം വരുത്തുന്ന പ്രാക്കൊന്നും വായിൽ നിന്നൊന്നും വരല്ലേ. നന്നായി കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യണം. തളർന്നും മുടിഞ്ഞിരിക്കുന്നൊരു മനുഷ്യൻ വന്നാൽ നമുക്കവരെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പാകത്തിൽ അവരിലേക്ക് അഫർമേറ്റീവായിട്ടുള്ള നല്ല ഒരു എനർജിയെ പാസ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ നിങ്ങൾ ഫില്ലായിരിക്കുന്ന വ്യക്തിയായിരിക്കണം. നാലാമത്തെ കാര്യം, ദേശത്ത് അനുഗ്രഹമായി മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരിക്കണം. ഞാൻ പ്രാർത്ഥിച്ചാൽ പോരാ. നിങ്ങൾ ആ അനുഗ്രഹമായി തീരാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ അനുഗ്രഹീതമായി തീരാൻ ആഗ്രഹിക്കുന്ന ദേശത്തിൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അവിടുത്തെ ഭരണാധികാരികളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിങ്ങൾ പാർക്കുന്ന പ്രദേശത്തെ അയൽക്കാരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾ ആ നാട്ടിൽ, അതിൻ്റെ അന്തരീക്ഷത്തിൽ ദൈവത്തിൻ്റെ അടയാളമായി മാറും. ദൈവത്തിൻ്റെ അടയാളമായി മാറുമെന്ന് പറഞ്ഞാൽ നീതിമാനായൊരു വ്യക്തി
ഈ ദേശത്ത് പാർക്കുന്നു എന്നുള്ള സാക്ഷ്യം നിങ്ങൾ പോലും അറിയാതെ മറ്റു പലയിടങ്ങളിലേക്കും പ്രചരിക്കും. ഒരു വഴക്കുണ്ടാകുകയാണെന്ന് വെച്ചു, നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾ പിടിച്ചു മാറ്റാനോ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ തയ്യാറായില്ലേ പോലും നിങ്ങൾ അങ്ങനെ ഒരു കലഹം നടക്കുന്ന സ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പോൾ, ഇപ്പോൾ അടി വീഴും എന്ന നിലയിലുള്ള ഒരു പ്രശ്നം ഉദിച്ചു നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ കലഹം ഇല്ലാതായി പോകും. കാരണം ദൈവത്തിൻ്റെ മക്കൾ സമാധാനം സൃഷ്ടിക്കുന്നവരാണ്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഫൈനലി ഒരു വാക്കൂടെ പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ലഭിച്ചതിനെയെല്ലാം മറ്റുള്ളവരെ ഉയർത്തേണ്ടതിന് നിങ്ങൾ തുറക്കുമ്പോഴാണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്ന ഒരാളായി മാറുന്നത്. ഞാൻ എൻ്റേതെന്ന നിലയിലേക്ക് മാത്രം എൻ്റെ കഴിവുകളെ ചുരുക്കി വെച്ചാൽ, മറ്റൊരാളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ ഞാനൊരവസരം കൊടുക്കാതിരുന്നാൽ അത് ശരിയായൊരു നടപടിയല്ല. പങ്കുവെക്കാൻ തയ്യാറാകുന്നിടത്ത് പോഷണം കൂടും, പട്ടിണിയില്ലാതാകും. ദൈവം നിങ്ങൾക്ക് നൽകിയതിനെ വളർത്തുക. ഞാനിത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, വരും ദിവസങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ നോക്കിയിരിക്കണം. നിങ്ങൾ ചിന്തിക്കാത്ത ചില പദവികളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങൾ ഇതുവരെ കരുതാത്ത ചില പുതിയ ലീഡർഷിപ്പിലേക്ക് ദൈവം നിങ്ങളെ സജസ്റ്റ് ചെയ്യും. മറ്റു മനുഷ്യരുടെ വായിലൂടെ നിങ്ങളുടെ പേര് വരും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇതൊക്കെ ഞാൻ ചിന്തിച്ചതൊന്നും അല്ലല്ലോ, പക്ഷെ ദൈവം പ്ലാൻ ചെയ്തതാണ്. അങ്ങനെ തന്നെ വരും. പിതാവേ, അങ്ങയുടെ മക്കളുടെ ലൈഫിൽ ഇവർ ദേശത്തിന്, ഭവനത്തിന്, ആയിരിക്കുന്ന പ്രദേശങ്ങൾക്കൊരു അനുഗ്രഹമായി തീരും വിധം അങ്ങ് ഇവരുടെ ലൈഫിനെ ശ്രേഷ്ഠമായി ഉയർത്തുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ പൊന്നോമനകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സർവൈശ്വര്യങ്ങളും നന്മകളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായി വരട്ടെ. ഇവർ നിൽക്കുന്ന സ്ഥാപനത്തിന് ഇവരൊരു അനുഗ്രഹമാകട്ടെ. ഇവർ പാർക്കുന്ന പ്രദേശത്തിനും ഭവനത്തിനും ഇവർ ഒരു അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ അങ്ങയുടെ മക്കളെ ഞാൻ തിരുക്കരത്തിൽ സമർപ്പിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞായറാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് കോട്ടയത്ത് ശുശ്രൂഷകൾ നടക്കുന്നത്. കോട്ടയം ലോഗോസ് ജംഗ്ഷനിലുള്ള മന്നാകുളത്തിൽ ബിൽഡിങ്ങിൽ വെച്ചാണ്. വരൂ, കർത്താവിൽ നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ 2026 മെയ് മാസം 29, 30, 31 തീയതികളിൽ കോട്ടയത്തെ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭയിൽ വെച്ച് ഫാസ്റ്റ് ലൈഫ് ചേഞ്ചിങ് സീസൺ 9 എന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഫാസ്റ്റിംഗ് പ്രയർ വിടുതൽ ശുശ്രൂഷകൾ നടക്കുന്നു. ഉപവസിക്കാൻ, പ്രാർത്ഥിക്കാൻ, വിഷയങ്ങളെ ദൈവകരങ്ങളിൽ വെച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കാൻ നമുക്കെല്ലാവർക്കും ഒത്തുകൂടാം. നിങ്ങളുടെ വിഷയങ്ങൾ നേരത്തെ തന്നെ അറിയിച്ചാൽ ഈ പ്രാർത്ഥനയിൽ നമുക്കത് ഉൾപ്പെടുത്താൻ കാരണമായി തീരും. അപ്പോൾ നിങ്ങളെല്ലാവരും വരിക, ആ കൂട്ടായ്മയിൽ പങ്കുചേരുക. അതിനോടുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ. 30-ാം തീയതി ശനിയാഴ്ച ഫസ്റ്റ് ബെൽ വിത്ത് ജീസസ് എന്ന അനുഗ്രഹീതമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രയർ ക്രമീകരിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ മക്കളെല്ലാം ഈ അധ്യയന വർഷം സ്കൂളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ ദിവസം സ്കൂളിലേക്ക് പോകുന്നതിന് പകരം അവരുടെ പുത്തൻ ബാഗും കുടകളും ഒക്കെ ആയിട്ട് അവർ ചർച്ചിൽ വരട്ടെ. നമുക്കതെല്ലാം ദൈവസന്നിധിയിൽ വെച്ച് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിച്ച് നമ്മുടെ മക്കളെ നമുക്ക് വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയക്കാം. ഇത്തവണ പുത്തൻ ഉടുപ്പും പുതിയ ചെരുപ്പും പുതിയ ഷൂസും ഒക്കെ ആയിട്ട്, പുതിയ ബാഗും ഒക്കെ ആയിട്ട് നമ്മുടെ മക്കൾ വിദ്യാലയങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ കൈകളിൽ അവരുടെ കൂട്ടുകാർക്കില്ലാത്ത ഒരു പ്രത്യേകതയുണ്ടാകും. അത് കർത്താവിൻ്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം തലയിൽ ചൂടി നമ്മുടെ മക്കൾ പോകട്ടെ. ഈ അധ്യയന വർഷം ഗംഭീരമായിരിക്കും, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഭയങ്കരമായിരിക്കുന്ന മികവ് നിങ്ങളുടെ മക്കൾ പഠനത്തിൽ കാണിക്കും. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് വിശാലമായ ഭാവിക്ക് വേണ്ടി സമർപ്പിക്കാനുള്ള പ്രത്യേകമായ ദിവസം വിദ്യാലയങ്ങൾ തുറക്കുന്നതിനോടനുബന്ധമായി ഈ മാസം 30-ാം തീയതി കോട്ടയത്തെ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിലെ കൂട്ടായ്മയിൽ ക്രമീകരിച്ചിരിക്കുന്നു. വരിക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.